നമുക്കിന്നൊരു പൊളി സാധനം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ മേളത്തെ ഭാഗവും കട്ട് ചെയ്തെടുക്കണം. താഴത്തെ കട്ട് ചെയ്തതിൻ്റെ അതേപോലെ ആ ഒരു ഹൈറ്റ് വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ മേളത്തെ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനൊരു തൂക്ക് വെക്കാനായിട്ട് ഞാൻ പഴയ ഒരു ഹെയർ ബാൻഡ് തൊപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ കുറച്ച് റിബണും കൂടി ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്ലവേഴ്സ് ആട്ടോ. അപ്പോൾ ഞാൻ പഴയ ഫ്ലവറിൻ്റെ ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഹോട്ടൽ വെച്ചിട്ടാട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഫ്ലവറൊക്കെ ഒട്ടിച്ചെടുത്ത് ഇതൊക്കെ ഇട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ 2-3 പീസ് നെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പീസ് നെറ്റ് എടുത്തിട്ടുള്ളത്. ഇപ്പം നെറ്റില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല സാറ്റിൻ ഫാബ്രിക് അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി. അപ്പോൾ 3 ഞാനിതുപോലെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മുടെ ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ പ്ലീറ്റ് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് പിടിച്ചിട്ട് ഇവിടെ നിന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ റിബൺ വെച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്തിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ റിബൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ഹാൻഡിൽ നമുക്ക് ഇതുപോലെ റിബൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ബീഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഗ്രീൻ കളറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും തോന്നി. അങ്ങനെ കുറേ പഴയ ഇതൊക്കെ തപ്പിപ്പിടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിലോട്ടായിട്ട് നമുക്ക് ഹോട്ടൽ വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ഇതുപോലെ അങ്ങോട്ട് ഇടയിലോട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.